എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു സ്ലീവിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അതായത് ബോഡി അളവിൽ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട 4 അളവ് എടുക്കണം. അപ്പോഴാണ് നമുക്കിതിൻ്റെ സ്ലീവിൽ ചുളിവില്ലാതെ കിട്ടുള്ളൂ. അതിന് വേണ്ടത് ഒന്ന് ഇറക്കം, ഒന്ന് ബൈസെപ്സ്, അതായത് ഈ കൈയിൻ്റെ വണ്ണുള്ള ഭാഗത്തെ അളവ് ചുറ്റളവ് ഒന്ന് എടുക്കുക. അതിനുശേഷം ആം ഹോള്, അതിനുശേഷം സ്ലീവിൻ്റെ റൗണ്ട്. അപ്പോൾ ഇങ്ങനെ 4 അളവുകൾ എടുക്കുക. ഇറക്കം, ബൈസെപ്സ്, ആം ഹോള്, സ്ലീവ് റൗണ്ട്. അപ്പോൾ ഇതിൽ സ്ലീവിൻ്റെ ഇറക്കം വന്നിട്ട് 7 ഇഞ്ചാണ്. കൈയിൻ്റെ ഇവിടെ ഉള്ള വണ്ണം 14.5 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് അതിൽ കൂടെ കൂട്ടിയെടുക്കണം. അതുപോലെ ആം ഹോള് 16 ഇഞ്ചാണ് ടൈറ്റായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് 1 ഇഞ്ച് കൂടുതൽ എടുക്കണം. പിന്നെ സ്ലീവ് റൗണ്ട് 13 ഇഞ്ച് തന്നെ വെച്ചാൽ മതി. ആദ്യം ഇതേപോലെ സ്ലീവ് രണ്ടായിട്ട് മടക്കിയിടുക. അപ്പോൾ ആദ്യം ഒന്ന് സ്ട്രൈറ്റ് ആക്കുക. പിന്നെ ഒരു 1.5 ഇഞ്ച്, ഏകദേശം ഒരു 1.5 ഇഞ്ച് സ്ലീവ് ഹെമ്മിങ്ങിന് വേണ്ടി മാർക്ക് ചെയ്യുക. തുണി കുറവാണെങ്കിൽ 1.25 ഇഞ്ച് വെച്ചാലും മതി. ഇനി സ്ലീവിൻ്റെ ഇറക്കം 7 ഇഞ്ച്, 1/2 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഒരു 3 ഇഞ്ച് മാറിയിട്ട് ഇങ്ങോട്ട് നമ്മൾ ബൈസെപ്സ് അളന്നത് 14.5 ഇഞ്ചാണ്. അപ്പോൾ അത് കൂടെ 1/2 ഇഞ്ച് പ്ലസ് ചെയ്യണം. അപ്പോൾ 15 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ പകുതി 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആം ഹോൾ അളന്നിരിക്കുന്നത് 16 ഇഞ്ചാണ്. അത് കൂടെ 1 ഇഞ്ച് പ്ലസ് ചെയ്യുക. അപ്പോൾ 17. അപ്പോൾ അതിൻ്റെ പകുതി 8.5 ഇഞ്ചാണ് വേണ്ടത്. 4 ഇഞ്ച് കുറയ്ക്കുക. 8.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. 4 ഇഞ്ച് നമുക്കിവിടെ റൗണ്ട് ഷേപ്പ് എടുക്കുമ്പോൾ ഇതൊന്ന് 4 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ 8.25 ഇഞ്ച് എവിടെയാണോ വരുന്നത്, അതായത് 7.5 ഇഞ്ചിൽ ഇവിടെ ഒരു ലൈൻ ഇടുക. നമുക്ക് 8.5 ഇഞ്ചാണ് നമുക്ക് ആം ഹോൾ വേണ്ടത്. അപ്പോൾ അതിലൊരു 4 ഇഞ്ച് ഇവിടെ നിന്ന് നമുക്ക് ഷേപ്പ് എടുക്കുമ്പോൾ കിട്ടും. അപ്പോൾ 8.25 ഇഞ്ച് നമുക്ക് ഈ ലൈനിൽ എവിടെയാണോ വരുന്നത് അവിടെയാണ് ഇത് മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യുക, ഇവിടെ വരുന്ന ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ആം ഹോളിൻ്റെ കുഴി എത്രയൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇത് കറക്റ്റ് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്യാം. 13 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 1.5 ഇഞ്ച് തന്നെ തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം. ഇവിടെ അങ്ങോട്ട് അല്പം ഇതേപോലെ ചെരിച്ച് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ ഈ മാർക്കിന്ന് ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ആദ്യം 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം 2 ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 2 ഇഞ്ചിൽ നിന്ന് ഇവിടേക്ക് നമുക്ക് ഷേപ്പ് വരയ്ക്കാം. ഇതേപോലെ ഷേപ്പ് വരയ്ക്കുക. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ഒരു പോയിൻ്റ് ആയാലും കുഴപ്പമില്ല, ഇതേപോലെ ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ ആദ്യം മാർക്ക് ചെയ്ത 1 ഇഞ്ചിൽ നിന്ന് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇവിടെ ഒരു അടയാളം ഇടാം, അതുപോലെ ഇവിടെയും ഇടാം. ഇനി നമ്മൾ ഇവിടെ 8.25 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് അളന്ന് നോക്കാം. ഇത് കറക്റ്റായിട്ട് 8 വരുന്നുണ്ട്. ഈ ബെൻഡ് വരുമ്പോൾ നമുക്ക് 4 ഇഞ്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കൂടുതൽ കിട്ടും. ഇനി ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇത് നിവർത്തി വെച്ചിട്ട് ഈ കുഴിച്ച് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യാം. അപ്പോൾ ഈ കുഴിച്ച് കട്ട് ചെയ്യുന്നത് എപ്പോഴും ഈ തയ്യത്തുമ്പ് മാർക്ക് ചെയ്ത ഇതുവരേക്കും കട്ട് ചെയ്യരുത്. ഇവിടെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുവരേക്കുമാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്കിവിടെ കൈ അറ്റാച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ലീവിൽ ഒട്ടും ചുളിവില്ലാതെ വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.